ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണെന്ന് ഞാൻ കരുതുന്നു. ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള അപമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മന്ത്രി പറയുന്നത് നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നാണ്, അല്ലേ? ചേർത്ത് പിടിക്കലിന്റെ മറ്റൊരു ഉദാഹരണം നമ്മളെ മഹാഭാരതത്തിലുണ്ട്. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയാ. ഈ കൊട ചൂടി വരൂ, ഞാനൊരു ഇടതുപക്ഷ ഉമ്മ താങ്കൾക്ക് തരുന്നതാണ്. ഈ കൊട ചൂടി വന്നാലേ നിങ്ങൾക്ക് ഉമ്മ കിട്ടുപോകുന്ന ഒരു സംശയം പറഞ്ഞിരുന്നല്ലോ, അതാ കിട്ടുന്നു. കൊട ചൂടി വന്നവർക്ക് ഉമ്മയും കൊടുത്ത്. ഉയരും ഞാൻ നാടാകെ പടരും ഞാനൊരു പുത്തൻ ഉയർനാടിനേകിക്കൊണ്ടുയരും വീണ്ടും. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം 39-ാം ദിവസം പിന്നിടുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ സമരം ഇവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, സമരമുറ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ നിരാഹാര സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിരിക്കുന്നത് KG താരയാണ്. അവരുടെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, ഈ അതിജീവന സമരത്തിൻ്റെ 3-ാം ഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ വരുമ്പോൾ വാസ്തവത്തിൽ കയ്യടിയല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂവലാണ് കിട്ടേണ്ടതെന്നാണ് എനിക്ക്. കാരണം ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള അപമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ അപമാന ഭാരവും പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിൻ്റെ ഒരു നിയമമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിനെതിരായും ഹിന്ദുവെന്നും മുസൽമാനായും
എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന RSSനും BJPക്കും എതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ആള്, ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ ഇതിനോടൊപ്പം ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇതിന് എതിരായിട്ട് നടത്തുന്നത്. പാലിയേറ്റീവ് കെയർ അല്ലേ, രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ. അതിൻ്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിൻ്റെ ദിവസം കൊണ്ടുവച്ചത്, ഉപരോധത്തിൻ്റെ ദിവസം കൊണ്ടുവച്ചത്. ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത്. എങ്ങനെ സ്വന്തം കാര്യം, നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് TV കാണുന്ന എല്ലാവർക്കും അറിയാം. അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര്, എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത്. ഒരു അധിക്ഷേപ വാക്കുകളും അവരുപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. സംയമനത്തോടുകൂടി ഈ ബിന്ദുവൊക്കെ ചിരിച്ച് സന്തോഷിച്ച മുഖത്തോടു കൂടി അല്ലാതെ, അത് അത്രയും സംയമനമുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. അത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആശാ വർക്കറാണോ? മിനിയോട് എപ്പോഴും ചോദിക്കുന്നതാണ്. എനിക്ക് വേറെ ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കീടം, വേറെ സാംക്രമിക രോഗം പരത്തുന്ന കീടം. ഞാൻ പറയുന്നത് നല്ലതാണെന്ന്. ഒരു ലോകത്തിനെ ചൂണ്ടുവിരലിൽ നിർത്തിയ ഒരു കുഞ്ഞു വൈറസാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. ചൂണ്ടുവിരലില് എല്ലാ രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്തിക്കളഞ്ഞു. അത് ഒരു ഉപ്പിന്റെ തരിയെ 10 ലക്ഷമായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അതിലും ചെറുതാണ്. ആ കീടമാണ് ലോകത്തിനെ സ്തംഭിപ്പിച്ച് നിർത്തിയത്. അതുകൊണ്ട് ആ പേര് താങ്കൾക്ക് ചേരും എന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അത് ചേരും. അത് ഈ ആശാ വർക്കറാണോ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അല്ലാത്തവരും വരുന്നില്ലേ? ഞാൻ ഇന്നിവിടെ ഇറങ്ങിയത് സിനിമ ഡയലോഗ് പറഞ്ഞ കള പറിക്കാൻ ഒന്ന് ഇറങ്ങിയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ മന്ത്രി പറയുന്നത്, നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അല്ലേ? ചേർത്ത് പിടിക്കലിന്റെ മറ്റൊരു ഉദാഹരണം നമ്മൾ മഹാഭാരതത്തിലുണ്ട്. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുക, ചേർത്ത് പിടിച്ചു. പക്ഷെ ആള് വേറെ മാറിപ്പോയത് കൊണ്ട് തവിട് പൊടിയായി പോയില്ല. അതുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയാൽ നിങ്ങളെ തൊഴിലാളികളായി കാണും എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ആ കാഴ്ച ഇവിടെ സർക്കാരിനും പറ്റുമല്ലോ. തൊഴിലാളികളായി പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളെന്തായാലും പരസ്യമായ ഒരു മീറ്റിങ്ങിനാണല്ലോ പോയത്, ചർച്ചയ്ക്ക്. ഒരു രഹസ്യ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് പോയില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. ഈ കേന്ദ്രമന്ത്രി ഇന്നിപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ്. അവിടെ കല്യാണം, ഇവിടെ പാലുകാറ്റ് കാച്ചൽ എന്ന് പറയുന്ന പോലെ ഇവിടെ ആകെ മേളമാണ്. കേന്ദ്രമന്ത്രി നദ്ദ, അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ കൂട്ടും. എനിക്ക് ഓർമ്മ വരുന്നത് കുതിരവട്ടം പപ്പുവിന്റെ ഒരു കഥാപാത്രമുണ്ട്. ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞൊരു ചെറിയ സ്ക്രൂ എടുത്ത് വെച്ച് അങ്ങനെ ഏതാ സിനിമ എന്ന് ഓർമ്മയില്ല, മിഥുനോ ഏതോ ഒരു സിനിമ, വെള്ളാനകളുടെ നാടാ കറക്റ്റ് ആയിട്ടുള്ള പേര്. വെള്ളാനകളുടെ നാട്. 1 കോടി രൂപ. എന്തിനാണ് 1 കോടി രൂപ ഇപ്പൊ മാറ്റി വെച്ചത്?
100 കോടി കാറിന് 1 കോടി. ഇപ്പൊ ഈ എന്താണ്, അല്ല ഇപ്പൊ 1 കോടി മാറ്റി വെച്ചല്ലോ. അല്ല 1 കോടി ഈ ബസ് വാങ്ങിക്കാൻ ആരെ കാണാൻ? പൗരപ്രമുഖര്. എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ, ഞാൻ ആ പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. ഞാൻ പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എനിക്ക് ആശാ വർക്കർ എന്നുള്ള പേര് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീ എന്നുള്ള ലേബിള് ധാരാളം മതി. പൗരപ്രമുഖയായി എന്നെ മാറ്റാൻ ഇടവരുത്തരെ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 1 കോടി രൂപ ഈ എന്താണ് സഞ്ചരിക്കുന്ന കക്കൂസ് അതൊക്കെയുള്ള വണ്ടിക്കും, 100 കോടി രൂപ ഈ കാറിനും, അകമ്പടി 8-10 വണ്ടികളുടെ അകമ്പടി. ഒരു ജനപ്രതിനിധിക്ക് ഇത്രയും കാറുകൾ 40 വണ്ടി. അപ്പൊ അതിന്റെ 0 വെട്ടി പോലും നമുക്ക് വേണ്ട. ഈ അതുപോലെ എന്താണ് ഈ ധാരാളിത്തം, ഈ ധൂർത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവർക്കുള്ള പൈസ സാലറി ചലഞ്ച് നടത്തിയല്ലോ നമ്മള്. ഈ വയനാടിൽ വെള്ളപ്പൊക്കത്തിലൊക്കെ സാലറി ചലഞ്ച് നടത്തി ഓരോ ആളുകളുടെ. ഞാൻ പറയുന്നത് ഇത് വേറൊരു ചലഞ്ചാണ്. ഈ അമ്മമാരോടൊപ്പം ഉപവാസത്തിൽ പങ്കെടുക്കാൻ, ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിച്ച് ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കാനുള്ള ഉപവാസ സമര ചലഞ്ച് നമ്മൾ ഇന്നിവിടെ വാസ്തവത്തിൽ പ്രഖ്യാപിക്കണം. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ മനസ്സാക്ഷിയുള്ള എല്ലാവരും തയ്യാറാവുകയും വേണം. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അംഗൻവാടി ജീവനക്കാരപ്പുറത്ത് സമരം ഇരിക്കുന്നു. ഇന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ സമരം ഇരിക്കുന്നുണ്ട്. അടിസ്ഥാന വർഗത്തിന്റെ ആളുകൾ എല്ലാവരും കഷ്ടതയിലാണ്. അപ്പോൾ ഇത് എന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, ഈ കേരളം എല്ലാത്തിലും ഒന്നാമതാണെന്ന് പറയുന്നല്ലോ, എല്ലാ കാര്യത്തിൽ. വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്, പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതെ, ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒന്നാമതായി. ഇനി വരാൻ പോകുന്ന ഒരു മേഖല ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, യന്ത്ര മനുഷ്യരുടെ സംസ്ഥാനമായിട്ട്. കാരണം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമല്ലോ, നിർമ്മിത ബുദ്ധി, അതിലുണ്ടാക്കുന്ന യന്ത്ര മനുഷ്യർക്ക് എല്ലാം ചെയ്യാം. പിന്നെ ആളുകളെ കുളിപ്പിക്കാം, ഭക്ഷണം ഉണ്ടാക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, വൃത്തിയാക്കാം, രോഗികളെ നോക്കാം, പാലിയേറ്റീവ് കെയർ അല്ല. പക്ഷെ ഹൃദയം എന്നുള്ളത് ഇല്ല, അവർക്ക് വികാരങ്ങളില്ല, സഹാനുഭൂതിയില്ല. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ ഭരണവർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ സഹാനുഭൂതി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഹൃദയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. യന്ത്ര മനുഷ്യരുടെ ഒരു ഭരണകൂടം ഇവിടെ വന്നതിൻ്റെ ആഹ്ലാദം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ എന്താണ് ഈ സമരത്തിന് പൂർണ്ണമായ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങളോടൊപ്പം വന്ന് ഇരിക്കാൻ പറ്റാത്തതിലുള്ള എൻ്റെ ഖേദമല്ല, അതൊരു അപമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു അപമാനമാണ്. ഞാൻ എന്തെങ്കിലും തീർച്ചയായിട്ടും വരും. ഈ സമരം നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഒരു തിരിച്ചു പോക്കില്ലത്. തിരിച്ചു പോയാൽ അത് നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള തിരിച്ചു പോക്കാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടി വരും. ഈ സർക്കാർ തെറ്റ് തിരുത്തേണ്ടി വരും. ആ തെറ്റ് തിരുത്തുമെന്ന് തന്നെ ഇടതുപക്ഷം അനിശ്ചിതകാല നിരാഹാരമാണ്. എനിക്ക് ആരും എന്നോട് ചോദിച്ചു, നിങ്ങൾ 3 പേര് എന്തിനാണ് കിടക്കുന്നത്, അവരോടൊന്ന് പറയൂ, ഓരോ ആളുകളായിട്ട് കിടന്നാൽ മതി എന്നുള്ളത്. ഞാൻ പറഞ്ഞു, അത്രയും അധികം ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അത്രയും അധികം ആളുകൾ ക്യൂ നിൽക്കുന്നത് കൊണ്ട് ഇവര് 3 അല്ല 5 പേരല്ല 10 ആയാലും അവര് അനിശ്ചിതകാല നിരാഹാരം തുടരും. ഞാൻ നിങ്ങളോടൊപ്പം ഈ ഉപവാസ സമരത്തിൽ ഇവിടെയല്ല, എൻ്റെ വീട്ടിൽ തീർച്ചയായും ഞാൻ പങ്കുചേരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഈ സമരം തോക്കാനുള്ള സമരമല്ല, അത് ജയിക്കാനുള്ള സമരം തന്നെയാണ്. ഇത് തിരുത്തപ്പെടുക, ഈ നിലപാടുകൾ തിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഒരു പുതിയ ഇടതുപക്ഷം ഉയർന്നു വരുന്നത് ഞാനിവിടെ കാണുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യമാണ്. എനിക്ക് അവസാനം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ സഞ്ചിക്കകത്തുനിന്ന് ഞാൻ ഈ മാജിക് പോലെ ഓരോന്നെടുക്കുകയാണ്.
ഈ കൊട എന്താണ്, നിങ്ങൾ ഒരുപാട് അധിക്ഷേപം കേട്ട ഒരു കാര്യമാണ് കൊട അല്ലേ? അപ്പോൾ ഈ കൊട അത് അറിയാതെ ഇത് ചുമപ്പായി പോയി കേട്ടാ, അറിയാതെ ചുമപ്പായി പോയി. അപ്പോൾ അത് സാരമില്ല, നമ്മൾ അതെ ഈ കൊടയൊന്ന് ചൂടി ഒന്ന് എണീറ്റ് നിൽക്കാമോ? ഈ കൊട ചൂടി വരൂ, ഞാനൊരു ഇടതുപക്ഷ ഉമ്മ താങ്കൾക്ക് തരുന്നതാണ്. അത് പിടിക്കോ, വലതുപക്ഷ ഉമ്മയല്ല, ഇടതുപക്ഷ ഉമ്മ. വന്നേ 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 ഈ കൊട ചൂടി വന്നാലേ നിങ്ങൾക്ക് ഉമ്മ കിട്ടുപോകുന്നൊരു സംശയം പറഞ്ഞിരുന്നല്ലോ, അതാ കിട്ടുന്നു. കൊട ചൂടി വന്നവർക്ക് ഉമ്മയും കൊടുത്ത്. നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം. അംഗൻവാടി പ്രവർത്തകർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്, ഹോട്ടൽ പണിയെടുക്കുന്ന അതിലെ ജീവനക്കാർക്ക്, തെരുവ് വൃത്തിയാക്കുന്നവർക്ക്, ഗാർഹിക തൊഴിലാളികൾക്ക്, അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാമെന്നാണ് അവർ പറയേണ്ടത്. ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെച്ചാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് PSC മെമ്പർമാർക്ക് നല്ല നമസ്കാരം, മന്ത്രിമാർക്ക് നല്ല നമസ്കാരം. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് ഞാൻ തിരിച്ച് വെള്ളമൊഴിച്ച് ഞാൻ തിരിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇതിനെ കരിച്ചു കളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉയരും, ഞാൻ നാടാകെ പടരും, ഞാൻ ഒരു പുത്തൻ ഉയർനാടിനേകിക്കൊണ്ടുയരും വീണ്ടും. അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അതിനോടൊപ്പം ഞാനുണ്ട് തീർച്ചയായിട്ടും. താങ്ക് യു.